ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിപ്പോൾ BSR മാളിലാണ് ഒരു സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്കാൻ്റെ നല്ല ഇട്ടിപ്പടം ടർബോ ഇന്ന് റിലീസായി. അപ്പോൾ ആ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടെ 7:20-ക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വൈശാഖും ജോയിൻ ചെയ്യുന്നുണ്ട്. വൈശാഖ, അപ്പം നമുക്ക് ടർബോ കാണാമല്ലേ? കുറേ ഒരു ഇട്ടിപ്പടം കണ്ടിട്ട് മലയാളത്തിൽ. ടർബോ അഥവാ ടർബോ ജോസ് ഇന്നലെ കണ്ടു. വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ഇന്ന് അതിൻ്റെ റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. സംഭവം നല്ലൊരു ഇടിപ്പടമാണ്. ഇടിയാണ് കൂടുതൽ അടീനേക്കാളും. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു പക്ക കമേഴ്സ്യൽ മൂവി, ഒരു സ്റ്റോറി ലൈൻ ആണെന്ന് അല്ലേ? അത് തന്നെയാണിത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ ലൈക്ക് എന്താ പറയുക, മോർ ദാൻ ദ റിയാലിറ്റി, ലാർജർ ദാൻ ദ റിയാലിറ്റി ടൈപ്പ് ഓഫ് സിനിമകളും വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ തമിഴ് തെലുങ്ക് സിനിമകളിൽ അങ്ങനത്തെ ഒരു 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 ഹെവി സ്റ്റാറിനെ വെച്ചിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് കുറച്ചായി. ആ ഒരു ലൈൻ, ഇപ്പോൾ ഒരു രജനി വിജയ് അജിത്ത് ലൈൻ, ആ ടൈപ്പ് ഓഫ് സ്റ്റോറി അവർക്കൊക്കെ പറ്റിയൊരു സ്റ്റോറി ലൈൻ മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് കഥ. ഈ സിനിമയുടെ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ കാലത്തെ കമേഴ്സ്യൽ മൂവീസിന്റെ ഒരു തലതൊട്ടപ്പനായിട്ടുള്ള വൈശാഖ്. അപ്പോൾ വൈശാഖിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ പോക്കിരിരാജ മുതൽ പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള പുലിമുരുകൻ, ഇപ്പോൾ മാറി, ഇപ്പോൾ വേറെ സിനിമകൾ വന്നു. എന്നാൽ കൂടി എത്ര കാലം പുലിമുരുകൻ കൊണ്ടുപോയ ആ ഒരു റെക്കോർഡ്, ലാലേട്ടൻ്റെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് കുറേ കാലത്തിന് ശേഷം കണ്ട സിനിമ. അപ്പം അങ്ങനെ ആക്ടേഴ്സിനെ എങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലൈക്ക് കാണികൾക്ക് കാണുന്ന തരത്തിൽ എൻ്റർടൈൻ ചെയ്യാൻ, ബിഗ് സ്റ്റാർസിനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഒരു ബാഡ് ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹീസ് ബാക്ക്, വൈശാഖ് ഈസ് ബാക്ക്. പിന്നെ ഇതിൻ്റെ ഒരു റൈറ്റർ എന്ന് പറയുന്നത് മിഥുൻ മാനുവൽ തോമസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ത്രില്ലിങ് എലമെന്റ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ഇതിനൊരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പ് സ്റ്റോറി ഉണ്ട്. ഓഫ് കോഴ്സ് ഇതൊരു ടിപ്പിക്കൽ അച്ചായൻ്റെ ഒരു വൺ മാൻ ഷോ ആണെങ്കിൽ പോലും ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഒരു പരിധി വരെ കൺവിൻസിങ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചിലതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തോന്നാം, പക്ഷേ ഒരു പരിധി വരെ ഓക്കെയാണ്. പിന്നെ കമേഴ്സ്യൽ സിനിമാസ് എന്ന് പറയുമ്പോൾ തന്നെ ദർ ഷുഡ് ബി എ സ്ട്രോങ് ആൻറ്റഗോണിസ്റ്റ്, ദെൻ ഓൺലി ദ പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടർ വിൽ ബി ടോപ്പ് ഓഫ് ഹിം, റൈറ്റ്? സോ ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ഇതിലൊരു സ്ട്രോങ് വില്ലനുണ്ട്. നമ്മുടെ കന്നഡയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന രാജ് ബി ഷെട്ടി. അദ്ദേഹം ഇതിലൊരു വെട്രിവേൽ ഷൺമുഖം എന്നൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ടിപ്പിക്കൽ വില്ലനാണ്, പക്ഷേ പുള്ളി നല്ലൊരു നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കന്നഡയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറാണ് ആൻഡ് വൺ ഓഫ് ദ പ്രോമിസിങ് ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മൂവീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ ഈസ് ലൈക്ക് എ ടിപ്പിക്കൽ വില്ലൻ, പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ മമ്മൂക്കേനെ വെല്ലുവിളിക്കുന്ന സീനിലൊക്കെ ശരിക്കും ആ ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഇതിലെ സെക്കൻഡ് വില്ലൻ കബീർ ഡുഹാൻ സിംഗ്, നമ്മുടെ അജിത്തിൻ്റെ വേതാളത്തിലൊക്കെ വില്ലനായിട്ടുണ്ട്. പുള്ളി പൊതുവെ എപ്പോഴും ഒരു താടി ലുക്കിലൊക്കെ കാണാം. ഇതിൽ നല്ല ഷേവൊക്കെ ചെയ്ത് മീശ മാത്രം വെച്ച് പുള്ളിയുടെ ഒരു ഡെവിളിഷ് സ്മൈലുണ്ട്. അങ്ങനെ പുള്ളിയുടെ ഒരു മോഡ് ഓഫ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കെട്ടിത്തൂക്കലൊക്കെ. ഇപ്പോൾ ക്ലൈമാക്സിൽ പുള്ളീനെ ഇട്ടിക്കുമ്പോൾ, മമ്മൂക്ക ഇട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ആ ആക്ടറുടെ ഒരു വിജയം, ലൈക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിജയം. നമ്മളിൽ അത്രയും മുള്ളി ഇട്ടിക്കണം തോന്നില്ല. അതാണ് ഇതൊരു ഇടിയാണ്, നല്ല കിൻഡൽ സൈസ് ഇടി.
ആ ഇടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ, അതും നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ പോയിട്ട് കാണണം. പിന്നെ ഇതിൽ മ്യൂസിക്, ഇതിനകത്ത് വലിയ ഏതായാലും മ്യൂസിക്കിന്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടില്ല. മേ ബി കുറച്ച് BGMs ഒക്കെ ആണെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഒരു നല്ല പാട്ടൊന്നുമില്ല. മേ ബി ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ മൂവി ആകുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു സോങ്, ഒരു ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കും. അതില്ല, അതെനിക്ക് കുറച്ച് ഒരു ഇതായി തോന്നി. പിന്നെ ഇതിനകത്തുള്ള മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിനകത്ത് മറ്റേ തെലുങ്ക് നടൻ സുനിൽ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് പുള്ളി മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു വന്നിട്ടുണ്ട്. വില്ലനല്ല, മറ്റൊരു തരത്തിലുള്ള കഥാപാത്രമാണ്. പിന്നെ അഞ്ജന ജയപ്രകാശ്, ആ കുട്ടിയാണ് ഇതിനകത്ത് നായിക. മമ്മൂക്കയുടെ നായികയല്ല, പക്ഷെ കഥയിലെ നായിക എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരി മമ്മൂക്കയോടൊപ്പം തന്നെ അത്രയും ഫുൾ ഓൾമോസ്റ്റ് എല്ലാ സീനിലും ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്യാരക്ടർ. പാച്ചും അത്ഭുത വിളക്ക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ആ കുട്ടിയാണ്. പിന്നെ നിരഞ്ജന അനൂപ്, പിന്നെ ആരാണ്, പിന്നെ ജോണി ആന്റണിയൊക്കെ ഉണ്ട്. ജോണി ആന്റണിയുടെ കഥാപാത്രം ഒന്നും അങ്ങോട്ട് രജിസ്റ്റർ ആയില്ല. പിന്നെ നമ്മുടെ മറിമായത്തിലെ സുഗതൻ എന്ന കഥാപാത്രം അഭിനയിച്ച അറുമുഖൻ കുളപ്പള്ളി, നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്, അദ്ദേഹം ഉണ്ട്. അവരൊക്കെ തുടക്കത്തിൽ വന്നു പോകുന്നു. പിന്നെ കോട്ടയം രമേശ്, ശബരീഷ് വർമ്മ, അത് ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയി പുള്ളിയുടെ പേര്. ശബരീഷ് വർമ്മയാണ് കഥേനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഇതിൽ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ബിന്ദു പണിക്കരാണ്. പുള്ളിക്കാരി വന്നിട്ട് ഇപ്പൊ മമ്മൂക്കയുടെ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒക്കെ പണ്ട് കുറെ സിനിമകളിൽ. അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിക്കാരി അങ്ങ് മമ്മൂക്കാരെ കിട്ടിയ അവസരത്തിൽ നല്ല ചീത്തയൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, നമ്മുടെ ഈ പോത്തമ്പാവയിൽ മറ്റേ ഉഷാവുതുപ്പിനൊക്കെ കണ്ട പോലത്തെ ഒരു ഫീല്. പക്ഷെ ഇതിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. ഒരു വെപ്പ് പല്ലൊക്കെ വെച്ച്, എന്നാൽ പുള്ളിക്കാരി കുറച്ച് ഫ്രീക്കത്തിയാണ് താനും. അത് മമ്മൂക്കയും ബിന്ദു പണിക്കരും തമ്മിലുള്ള ആ ഒരു കൺവേഴ്സേഷനും ഈവൻറ്റൊക്കെ നല്ല നല്ല രസമുണ്ട്. നമ്മുടെ ചുറ്റും ഇരുന്ന ആൾക്കാരൊക്കെ നല്ല ചിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കോമഡി സീൻസ് കൂടുതലും വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ ചിലപ്പോൾ പാളിപ്പോയിട്ടുമുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഫൈറ്റ് സീൻസ് ഒരു രക്ഷയില്ല. ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇടിപ്പടം. അതിനകത്ത് ഒരു പെരുന്നാൾ ഇടിയുണ്ട്. മമ്മൂക്കയുടെ ഇൻട്രോ വന്നിട്ടൊരു ഒരു സിമ്പിൾ ഇൻട്രോ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും മാസ് പടം, അതും വില്ലനൊക്കെ നല്ല ബിൽഡപ്പ് കൊടുക്കും ഉറപ്പാണ്. എനിക്കറിയാം, ട്രെയിലറിൽ കണ്ടാൽ തന്നെ വില്ലന്റെ ഇൻട്രോ ഉണ്ട്. അപ്പോൾ എന്താ വില്ലനൊക്കെ ഇത്ര ഇൻട്രോ കൊടുത്തിട്ടും നായകൻ ഇത്രയും ചെറിയൊരു അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. ആ മോനെ, പെരുന്നാളിന്റെ അടിയിലൊരു സെക്കൻഡ് ഇൻട്രോ, അത് തിയേറ്റർ ഒന്ന് കുലുക്കി. നമ്മൾ ചെന്നൈയിലാണെങ്കിൽ പോലും പിള്ളേരൊക്കെ നല്ല വൈബായിരുന്നു. അപ്പൊ നല്ലൊരു ഓളത്തില് ഓഫ്കോഴ്സ് ഒരു ക്രൗഡ്, നമ്മളെ കാണുന്ന ക്രൗഡ് സൈലന്റ് ആണെങ്കിൽ നമുക്ക് സിനിമ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മാസ് ക്രൗഡിന്റെ കൂടെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി റീ ഇൻട്രോയില്. പിന്നെ ഇതിനകത്തൊരു ബസ് ഫൈറ്റ് സീനുണ്ട്. ഈ ബസ് ഫൈറ്റ് സീന് വന്നിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, തമിഴിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ടൈപ്പാണ്. പക്ഷെ മലയാളത്തിൽ അതൊരു പുതുമയുണ്ടായിരുന്നു, അത് നൈസായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിലൊരു ഫൈറ്റ് ഉണ്ട്. അതൊരു രക്ഷയില്ല. ആ പോലീസുകാർ നല്ല വെറുപ്പിച്ചു. അതായത് നമ്മളെ അഭിനയിച്ച് വെറുപ്പിച്ചു എന്നല്ല, നമുക്ക് വെറുപ്പ് തോന്നി. അപ്പം അവർക്കിട്ട് നല്ല ഇടിക്കണം തോന്നി. അത് അടിപൊളിയായി. പിന്നെ ക്ലൈമാക്സിനകത്ത് 3-4 തരത്തിലുള്ള ഫൈറ്റിംഗ് ഉണ്ട്. ഒരു ചൈനീസ് ഫൈറ്റൊക്കെ ഉണ്ട്, ഒക്കെ നൈസായിട്ടുണ്ട്. വില്ലനും നായകനും തമ്മിലുള്ള ഒരു ഇത്. അപ്പോൾ മമ്മൂക്കയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 73-ാം വയസ്സിലും പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു രക്ഷയില്ല. ഞാൻ ബ്രഹ്മയുഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, പുള്ളി ഓരോ സിനിമയും വളരെ ചൂസി ആയിട്ട് എടുക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ 100% കൊടുത്താണ് അഭിനയിക്കുന്നത്. അപ്പൊ ടർബോ ജോസ് അദ്ദേഹത്തിന്റെ അച്ചായം കഥാപാത്രങ്ങളിൽ ബെസ്റ്റ് കഥാപാത്രം ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് പുള്ളി ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കാര്യം ഒരു രക്ഷയില്ല. പുള്ളി ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ആക്ഷനിൽ, കാരണം പുള്ളിയുടെ കാര്യത്തിൽ എപ്പോഴും ആളുകൾ പറയാറുണ്ട് പുള്ളിയുടെ ഫൈറ്റ് സീൻസ് ഒന്നും അത്ര ഇതല്ല, ഗുമ്മില്ല എന്നൊക്കെ പറയും.
ഈവൻ ഞാനും പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഇപ്പോഴൊന്നുമല്ല, നമുക്ക് ചെറിയ തരത്തിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ തരത്തിൽ മോഹൻലാലിനോടൊരു ചായ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ആസ് എ മൂവി റിവ്യൂർ രണ്ടുപേരും ഓൾമോസ്റ്റ് എനിക്ക് ഈക്വലാണ്. പക്ഷെ അന്ന് ഈ ഒരു കാര്യം പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ സീൻസൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതിനു വേണ്ടി മാത്രം ടിക്കറ്റ് എടുക്കാം, ആ ലെവലിലാണ്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ നല്ലൊരു എൻ്റർടൈനർ, കമേഴ്സ്യൽ എൻ്റർടൈനർ സിനിമ കാണാനാണെങ്കിൽ ഇത് കാണുക. അത് നല്ലൊരു തിയേറ്ററിൽ കാണുക. അല്ലാതെ ഒരുപാട് അടിപൊളി അങ്ങനെ ഭയങ്കര സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൊടുക്കണ പൈസയ്ക്ക് ഒരു 2.5 മണിക്കൂർ കാണാനുള്ളതൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ഇട്ടിട്ടൊന്ന് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരിക. നമ്മുടെ തിരുവണ്ണാമലയിൽ നിർത്തിയതാണ് കഴിഞ്ഞ വീഡിയോ. അതിനിടയിൽ ഈ ടർബോ വന്നപ്പോൾ ഇതിനൊരു പെട്ടെന്നൊരു വീഡിയോ ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിരുവണ്ണാമല വീഡിയോ ഇട്ടേ അടുത്ത് തന്നെ വരാം, ഒരു 3 ദിവസത്തിനുള്ളിൽ വരാം. ഓക്കെ, അപ്പോൾ ബൈ.